അങ്കിളെ ഡാഡ് ഇവിടേക്ക്. അങ്കിളെ എന്റെ പക്കൽ എന്തുണ്ടെന്ന് നോക്കൂ. ഡാഡ് ഡാഡ് അല്ല, നിൽക്ക് നിൽക്ക്, എന്നോടൊപ്പം കളിക്കൂ. അല്ല, എന്നോടൊപ്പം കളിക്കൂ. അയ്യോ ഇല്ലേ. ഇത് രസകരമാണല്ലോ. ഞാൻ നിങ്ങളോടൊപ്പം കളിക്കട്ടെ? വേണ്ട, ഞാൻ സുഖമാണ്. ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഓ ഇവ, പക്ഷേ നിനക്കിതോടെ കളിക്കാം. ഈ പെട്ടിയുമായി. ശരിക്കോ? ഈ പെട്ടിയുമായി കളിക്കാനാണോ നീ പറയുന്നത്? എങ്കിൽ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ചെയ്യാം. ആദ്യം അളക്കാം. ഇപ്പോൾ ഗ്ലൂ പുരട്ടാം. എന്റെ കളിപ്പാട്ടം റെഡിയായി. ശരി, തുടങ്ങാം. ഇതാ പോവാം. വാ, ഞാനും കൂടെ ചേർന്ന് നിന്നോടൊപ്പം കളിക്കട്ടെ? ഒട്ടും പറ്റില്ല സ്റ്റെഫി, എനിക്ക് ഒറ്റയ്ക്ക് കളിക്കണം. ഇതെന്റെ കളിപ്പാട്ടമാണ്. ശരി, വേണ്ട. നിന്റെ കാർഡ്ബോർഡ് കളിപ്പാട്ടങ്ങളെക്കാൾ സാധാരണ കളിപ്പാട്ടങ്ങളാണ് ഏറെ നല്ലത്. എല്ലാ കാർഡ്ബോർഡ് കളിപ്പാട്ടങ്ങളാണ് വളരെ നല്ലത്. എല്ലാ സാധാരണ കളിപ്പാട്ടങ്ങളാണ് നല്ലത്. എല്ലാ കാർഡ്ബോർഡ് കളിപ്പാട്ടങ്ങളാണ് നല്ലത്. എന്റെ ഇഷ്ടമുള്ള എല്ലാ കളിപ്പാട്ടങ്ങളും ഇവിടെയുണ്ട്. വാവ്, ഒരു കാർഡ്ബോർഡ് മുറി. വളരെ കിടിലം. ഈ വീട് നോക്കൂ. ശരിക്കും യഥാർത്ഥം പോലെ തന്നെയല്ലേ അങ്കിളെ? എന്താ രസകരമായ മുറി ഇവ. നീ ഇവിടെയുണ്ടോ? ടിവിയിൽ പാടാൻ ഇനി എന്റെ ടേണാണ്. ഡാഡി ഡാഡി വന്ന് എന്നോടൊപ്പം കളിക്കൂ. വാവ്, പോവാം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. കാർഡ്ബോർഡ് മൈക്രോവേവ്. അങ്കിളെ എന്റെ പക്കൽ എന്തുണ്ടെന്ന് നോക്കൂ. നീ എവിടേക്കാണ് പോകുന്നത്? ശരി. വാവ്, വാഫ്സേഴ്സ്. എന്റെ കാർഡ്ബോർഡ് പിസ്സ ഉണ്ടാക്കാൻ എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എനിക്ക് ഇത് വളരെ ഇഷ്ടമായി. ചെയ്യാം. നമുക്ക് നമ്മുടെ പിസ്സ ഉണ്ടാക്കാം. റെഡിയായി. യമ്മി. അതെ, എനിക്ക് ഒരു പെപ്പറോണി പിസ്സ വേണം. ശരിക്കും രുചിയുള്ള യഥാർത്ഥ പിസ്സയേക്കാൾ നല്ലത് എന്തുണ്ടാകാം? അത് നീതിയല്ല. ഒരു കഷ്ണം എടുക്കൂ. രുചിയുണ്ട്. അങ്കിളെ വാ, എന്റെ പക്കൽ എന്തുണ്ടെന്ന് നോക്കൂ. എന്താ, വീണ്ടും ആണോ? തിരികെ വാ. വാവ്, കാർഡ്ബോർഡ് ബസ്. ഇതൊന്നു കിടിലമാണ്. അകത്ത് വാ.
എന്റെ രീതിയിൽ ഒന്ന് രസിക്കാം. പോകാം. എന്താ? ഇപ്പോൾ തന്നെ നിർത്തൂ. ഇവ അത് പിടിക്കൂ. അയ്യോ, ഇതെന്റെ ബോസാണോ? ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു? ഹേ അച്ഛാ, വന്ന് കളിക്കാമോ? ഒരു നിമിഷം. 3, 2, 1 പോ. അങ്കിളെ, നമുക്ക് ചേർന്ന് കളിക്കാം. അങ്കിളെ, എന്നോടൊപ്പം വന്ന് കളിക്കൂ. ഒരു മിനിറ്റ്, എന്നാൽ നമ്മുടെ കളിയോ? അതെ അതെ. അച്ഛാ, എന്നോടൊപ്പം വന്ന് കളിക്കൂ. ഇതുപോലെയാണ്. ശ്രദ്ധിക്കണം. അവസാനത്തേത്. കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കൂ, കുഞ്ഞു വിമാനം. എല്ലാം അയ്യോ, അങ്കിളെ, എന്റെ കയ്യിൽ എന്താണെന്ന് നോക്കൂ. ഇത് നോക്കൂ. ശരിക്കേ, വീണ്ടും. ഇതും ഒന്ന് നോക്കൂ. അതെ ശരി. വാവ്, എത്ര കൂൾ. അയ്യോ ദൈവമേ. അച്ഛാ, എന്റെ സ്ലൈം നോക്കൂ. വാവ്, എത്ര രസമാണ്. അതെ. അങ്കിളെ. അച്ഛാ, ഇങ്ങോട്ട്. അങ്കിളെ, എന്റെ കയ്യിൽ എന്താണെന്ന് നോക്കൂ. അച്ഛാ, എന്റെ വശത്തേക്ക് വരൂ. ഇല്ല, നിൽക്കൂ. എന്റെ വശത്തേക്ക് വരൂ. നിങ്ങൾക്ക് കാർഡ്ബോർഡ് ഇഷ്ടമല്ലേ? എന്നോടൊപ്പം കളിക്കൂ, എന്റെ വശമാണ് നല്ലത്. അല്ല, എന്നോടൊപ്പം കളിക്കൂ, എന്റെ വശമാണ് നല്ലത്. ആ, അയ്യോ, ഇല്ല. ഇത് നമുക്ക് ശരിയാക്കണം. അങ്കിളെ, ഞങ്ങൾ ക്ഷമിക്കണം. എല്ലാം ഞങ്ങൾ ശരിയാക്കാം. ഇത് കളിപ്പാട്ടങ്ങളെ കുറിച്ചല്ല. നല്ലവണ്ണം പെരുമാറി ഒത്തുകൂടി കളിക്കൂ. നമുക്ക് ഒരുമിച്ച് കളിക്കാം. എനിക്ക് ഒരു പുതിയ പാവ വേണം. വാവ്, എത്രയോ കളിപ്പാട്ടങ്ങൾ. എനിക്ക് ഇത് ഇഷ്ടമായി. എനിക്ക് വേണ്ട.
വേണ്ടത് ഇതുപോലൊരു പാവ തന്നെയാണ്. ഹേയ്, എനിക്കും വേണം. ഞാനാണ് ആദ്യം എടുത്തത്. എനിക്ക് കാര്യമില്ല, ഇത് എന്റേതാണ്. എനിക്കാണ് ഇത് കൂടുതൽ വേണ്ടത്. ഞാനാണ് അത് ആദ്യം എടുത്തത്. ഓ നിന്നോ, അത് നിർത്തൂ. എന്റെ പാവ. ഞാൻ അടിപിടിക്കും. ഇത് എന്റെ പാവയാണ്. ഞാൻ തന്നെയാണ് ആദ്യം കണ്ടത്. അല്ല, ഞാനാണ് ആദ്യം കണ്ടത്. അല്ല, അവന്റെ പാവ ഒട്ടും നല്ലതല്ല. ഒരു മിനിറ്റ്, ഇത് ഫ്രീ ആണോ? ഇന്ന് എനിക്ക് ഭാഗ്യദിനമാണ്. ഇത് എന്റെ പാവയാണ്. ഞാനാണ് ആദ്യം കണ്ടത്. നീ എന്താണ് ചെയ്യുന്നത്? നമുക്ക് കൈമാറ്റം ചെയ്യാം. ഈ പാവ എന്റേതായിരിക്കും. ഇല്ല, എന്റെ വെള്ളി കിരീടം നീ എടുക്കാം. വെള്ളിയാണോ? എന്റെ സ്വർണ്ണ കിരീടം എടുക്കൂ. ഇനിയും അവൾക്ക് ഇനിയും വേണമോ? ഇവിടെ ഹീരകങ്ങൾ നിറച്ച ഒരു പെട്ടിയുണ്ട്. നിൽക്ക്, എനിക്ക് ഇതിലും കൂടുതലൊന്ന് കൊടുക്കാം. ശരി, ഞാൻ ഇത് എടുക്കാം. അല്ലേ, ഞാൻ തോറ്റുപോയി. ഞാൻ നിന്നെ പിടിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞതല്ലേ? നിന്നെ കണ്ടെത്തിയതിൽ എനിക്ക് വളരെ സന്തോഷം. ഇതാണ് നിന്റെ പുതിയ വീട്, എന്റെ രാജകുമാരി. ഇരിക്കൂ. ഇതാണ് നിന്റെ പുതിയ വീട്. ഇത് കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയതാണ്. നിനക്ക് ഇത് ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയും കുറച്ച് സ്വർണ്ണ അലങ്കാരങ്ങൾ ചേർക്കാം. വീട് ഇപ്പോൾ ഒഴിഞ്ഞതാണ്, പക്ഷേ നമ്മുടെ സൃഷ്ടിപരത കൊണ്ട് അത് നിറയ്ക്കാം. നമുക്ക് ശുദ്ധ സ്വർണത്തിന്റെ ലോകത്തിലേക്ക് മുഴുകാം. അത്ഭുതം. ഡൈനിങ് റൂമിനായി ഒരു മേശയും കസേരയും. ഇത് എത്ര നല്ലതായി പോയി അല്ലേ? സ്വാദിഷ്ടമായ ഒരു ലഘുഭക്ഷണത്തിനുള്ള സമയമായി എന്റെ രാജകുമാരി. ആ എന്ന് പറയൂ. അയ്യോ അയ്യോ, നിന്റെ സ്വർണ്ണ വസ്ത്രം. അത് കഴുകണം. ഷവർ മാത്രം പോരാ, നമുക്ക് ഒരു ബാത്ടബ് വേണം. ഒരു ആഡംബര ബാത്ടബ് വാങ്ങാം. ഇപ്പോൾ കുറച്ച് പൂക്കൾ കൂടി ചേർക്കാം. പിന്നെ തീർച്ചയായും കുറച്ച് സ്വർണവും വേണം. കുളിക്കാനുള്ള സമയമായി എന്റെ രാജകുമാരി. നിനക്കായും ഒരു ബാത്ടബ് ഉണ്ടാക്കണം എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒന്ന് ആശ്വാസമായി ഇരിക്കാം. സമ്പന്നയായി ഇരിക്കുന്നത് നല്ലതാണ്. ഇത് മതി എന്ന് തോന്നുന്നു. നീ സ്വർണം പോലെ തിളങ്ങുന്നു എന്റെ രാജകുമാരി. മൂന്ന്, രണ്ട്, ഒന്ന് കഴിഞ്ഞോ? ഓ വാവ്, ഇപ്പോൾ നിനക്കൊരു നല്ല മണമാണ്. വൃത്തിയായി കഴിഞ്ഞു. ഞങ്ങൾക്ക് ബോർഡിക്കുന്നു. ഞങ്ങളെ രസിപ്പിക്കൂ. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. വാവ്, ബോർഡാണ്. ഇത് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല. ഇത് മാറ്റിക്കോളൂ. അടുത്തത് നോക്കാം. ഈ ക്യൂട്ടിയെ നോക്കൂ. അവസാനത്തേത്. വാവ്, സ്വർണ്ണ ഹാർപ്പ്. വായിക്കാം. അല്ലേ, എനിക്ക് ഇതിലും നല്ലൊരു ഐഡിയ ഉണ്ട്. ഹലോ, നിന്നെ എന്റെ പ്രിൻസസ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഡ്രസ് കോഡ് അറിയാമല്ലോ. ബൈ. എനിക്കും ആ പാർട്ടിക്ക് പോകാനായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. നമ്മുടെ പാർട്ടിക്കായി റെഡി ആകാം. ഏറ്റവും നല്ല ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കാനുള്ള സമയം ആയല്ലോ. നോക്കൂ, നിനക്കിത് ഇഷ്ടമായോ?
ഇത് ഇഷ്ടമാണോ? ഇല്ലേ? ശരി, എന്നാൽ ഇത് എങ്ങനെ? ഇല്ലേ? ശരി. ഇതോ? ഇല്ലേ? ഓക്കെ. നിനക്കൊന്നും ഇഷ്ടമാവുന്നില്ലല്ലോ കുഞ്ഞെ. എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. എന്റെ പാവയ്ക്കായി ഒരു പാർട്ടി ഡ്രസ് ഉണ്ടാക്കാം. ഈ അപ്സൈക്കിൾ ഡ്രസ്സിൽ നീ അതിമനോഹരമാണ്. നീ അത്യന്തം സുന്ദരിയായി കാണുന്നു എന്റെ പ്രിൻസേ. ഇതല്ല, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അവസാന ടച്ച്. ഞാൻ പ്രിൻസസ് പാർട്ടിക്കായി റെഡിയാണ്. എനിക്ക് ധരിക്കാൻ ഒന്നുമില്ല. കുറച്ച് കൂടുതൽ സ്പെഷ്യൽ ആയ എന്തെങ്കിലും വേണം. ഓ, മനസ്സിലായി. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. എന്റെ ഔട്ട്ഫിറ്റ് നോക്കൂ. ഇതാ എന്റെ അവസാന ടച്ചും. കുട്ടികളെ, എന്റെ പാർട്ടിയിലേക്ക് സ്വാഗതം. Can you hear that reason in my heart? Wanna show you, wanna share with you. Feel the vibe. Let's slide. വാവ്, ഇത് വളരെ രസകരമായി തോന്നുന്നു. പക്ഷേ എന്നെ ക്ഷണിച്ചില്ലല്ലോ. പാർട്ടി ടൈം. എന്റെ പാർട്ടിയിലേക്ക് സ്വാഗതം. ഇനി നിനക്ക് അകത്ത് വരാം. യേ, സൂപ്പർ പാർട്ടി. Was the time? It's time to have some fun. Can you feel it? The body's going up. Grab your friends. We're waiting. നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾ ശരിക്കും സമ്പന്നനാകുന്നത്. Just be on. ഹായ്. ഹലോ, കാർഡ്ബോർഡ് സിനിമയിലേക്ക് സ്വാഗതം. ഞാനും എൻ്റെ ടീമും ഇത് സൃഷ്ടിച്ചു. 1, 2, 3 ടിക്കറ്റുകൾ ദയവായി. അത് $10 ആകും. ഇല്ല, കാർഡ്ബോർഡ് മാത്രം. ഓ, എനിക്ക് ഒരു ആശയമുണ്ട്. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്. ഓ, നിനക്ക് കഴിവുണ്ട്. നന്ദി. ഒരു ഇടവേളയ്ക്ക് സമയം. പുതിയ ആരോഗ്യകരമായ പോപ്കോൺ. ഹലോ. ഹായ്, ഇന്ന് നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് ഒന്ന് ചെറിയ പോപ്കോൺ ദയവായി. എനിക്കും. ഞാൻ വലിയതും എടുക്കും. എന്നേക്ക് കുറച്ച് പണം ഉണ്ട്. 1, 2, 3, 4, 5, 15. വളരെ നന്ദി. പോപ്കോണിനെ കുറിച്ചുള്ള രസകരമായ വസ്തുത, പോപ്കോൺ 5000 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. ന്യൂ മെക്സിക്കോയിൽ കണ്ടെത്തിയതാണ്. പ്രാചീന സംസ്കാരങ്ങൾ ഭക്ഷണത്തിനും അലങ്കാരത്തിനും ഉപയോഗിച്ചിരുന്നു. ചടങ്ങുകൾക്കായി പോപ്കോൺ മാലകൾ ധരിക്കുമായിരുന്നു. നന്ദി. സന്തോഷം. ഹായ്, നിങ്ങളുടെ ടിക്കറ്റുകൾ. ശരി, എനിക്കും ഒന്ന് ഉണ്ട്. ശശി, നിങ്ങളുടെ മുറി നമ്പർ 5 ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ പോകാം. നീ ഒരു മിനിറ്റ് കാത്തിരിക്കുക. എന്തിന്റെ നിങ്ങളുടെ സ്വന്തം ഭക്ഷണം കൊണ്ടുവരുന്നത് അനുവദനീയമല്ല. ഞങ്ങളുടെ കാർഡ്ബോർഡ് സിനിമയിൽ കാർഡ്ബോർഡ് ഭക്ഷണം മാത്രമേ അനുവദനീയമായുള്ളൂ. മധുരപലഹാരങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ പല്ലുകൾക്കും ദോഷകരമാണ്. ക്ഷമിക്കണം, ഞാൻ ഇത് വീണ്ടും ചെയ്യില്ല. ഞാൻ ഇപ്പോൾ പോകാമോ? അതെ, ഇപ്പോൾ നിങ്ങൾക്ക് കഴിയും. ഇവ ആലീസ്, ദയവായി എന്നെ കാത്തിരിക്കുക. പെൺകുട്ടികളെ, നിങ്ങൾ എന്നെ കാത്തിരുന്നില്ലേ? വാ ഡാഷ, സിനിമ തുടങ്ങാനിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ.
ദയവായി എനിക്ക് ഒന്നും കാണുന്നില്ല. വളരെ ഉയർന്ന മുടി ശൈലിയോടെ സിനിമയിലേക്ക് വരുത്ത്. നിങ്ങളുടെ പിന്നിൽ ഇരിക്കുന്നവർക്കായി കാഴ്ച തടയും. ഈ കാർഡ്ബോർഡ് അലങ്കാരം വളരെ ഉയരമാണ്. എനിക്ക് കാണാനാകുന്നില്ല. അത് കുറച്ച് ചുരുക്കാം. ഇപ്പോൾ സന്ദർശകർക്ക് നല്ല കാഴ്ചയുണ്ട്. വെറുപ്പിക്കുന്ന കാർഡ്ബോർഡ് ഭക്ഷണം ഭക്ഷിക്കാനല്ലേ. ആലീസ്, ഡാഷ, ഇതിൽ കൂടുതൽ ഭക്ഷിക്കാവുന്ന എന്തെങ്കിലും ഞാൻ കണ്ടെത്തും. എസ്രി, കുട്ടികളെ, എന്റെ കൂടെ വരൂ. വാതിൽ 5, വാതിൽ 4, വാതിൽ നമ്പർ 3, വാതിൽ നമ്പർ 2, 1. ഓ, ഈ കാർഡ്ബോർഡ് കലയെ നോക്കൂ. എനിക്കും പെൺകുട്ടികൾക്കും ചില സ്നാക്കുകൾ എടുക്കാനുള്ള സമയം. 1, 2, 3, 4, 5, 6. വളരെ നല്ല സുഗന്ധം. ഏകദേശം യഥാർത്ഥം പോലെ തോന്നുന്നു. പെൺകുട്ടികൾ സന്തോഷിക്കും. ഇത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. ഡൈനോസർ എന്ന വാക്ക് ഭയാനകമായ പല്ലി എന്നർത്ഥമുള്ള ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് വന്നത്. അവർ മെസോസോയിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഇത് ട്രയാസിക്, ജുറാസിക്, ക്രിറ്റേഷ്യസ് കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഇത് എന്റെ സിനിമയല്ല, കുട്ടികളെ. അതെന്താണ്? സഹായം. ഓ ഇല്ല, എന്റെ ഭക്ഷണം. അത് നമ്പർ 4 ആയിരുന്നോ? അല്ലെങ്കിൽ നമ്പർ 5? അതെ, അത് 6 ആയിരുന്നെന്ന് ഞാൻ കരുതുന്നു. റോബോട്ടുകൾ പൊടിയുടെ കണികയുടെ വലുപ്പത്തിൽ ചെറിയതോ കാറിന്റെ വലുപ്പത്തിൽ വലുതോ ആകാം. ചില റോബോട്ടുകൾ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഇത് കൃത്രിമ ബുദ്ധിമുട്ട് എന്നറിയപ്പെടുന്ന ഒരു കഴിവാണ്. ഇത് എന്ത് സിനിമയാണ്? കാർഡ്ബോർഡ് റോബോട്ടുകളെ കുറിച്ചുള്ള ഒരു സിനിമ. ഇത് എന്റെ സിനിമയല്ല. എനിക്ക് ബാത്റൂമിലേക്ക് പോകണം. ഇത് എനിക്ക് വേണ്ടി പിടിച്ചിരിക്കുക. ഞാൻ തിരികെ വരാം. ശരി, അവിടെ. വേഗം വരൂ. ബാത്റൂമുകൾ വേഗത്തിൽ സന്ദർശിക്കുന്നതിനാണ്, ചിത്രീകരണത്തിനോ ഫോണുകളുമായി കളിക്കുന്നതിനോ അല്ല. ദയവായി വേഗം. ഞാൻ എന്തോ കേട്ടു. കഥാപാത്രത്തിന്റെ വിചിത്രമായ വ്യക്തിത്വത്തിന് അനുയോജ്യമായ ലാബുബു എന്ന പേര് അതിന്റെ വിചിത്രവും എളുപ്പത്തിൽ പറയാവുന്നതുമായ ശബ്ദത്തിനായി തിരഞ്ഞെടുത്തു. ലാബുബു ഒരു സ്ത്രീ കഥാപാത്രമാണ്. അയ്യോ, ഇത് എന്ത് സിനിമയാണ്? ഇത് എന്റെ സിനിമയല്ല. ദാഷ്, അത് നീയാണോ? ഈവ, ഹായ്. ഈവ, നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ദാഷ്, നീ വിശ്വസിക്കില്ല, ഞാൻ വഴിതെറ്റി ഞങ്ങളുടെ മുറി നമ്പർ മറന്നു. ഈവ, ഇത് ഈ വാതിലായിരിക്കാം. നമ്പർ 2. ശരി, പോകാം. ഇത് നമ്മുടെ സിനിമയല്ല, ദാഷ്. അതെ, ഈ സിനിമ കുഞ്ഞുങ്ങളെ കുറിച്ചാണ്.
നിന്റെ പോപ്കോൺ എടുക്കൂ. ദാഷ എവിടെയാണ്? അപ്പോ ഇവ അവരെവിടെ? എവിടെയാണ്? സിനിമ കഴിഞ്ഞു. ദാഷ, ഞങ്ങളുടെ മുറി നമ്പർ 5 ആണെന്ന് തോന്നുന്നു. അയ്യോ ഇവ, ദാഷ നിങ്ങൾ എവിടെയായിരുന്നു? സിനിമ കഴിഞ്ഞു. ഇത് ഒരു നീണ്ട കഥയാണ്. മറ്റൊരു ദിവസം ഞങ്ങൾ നിന്നോട് പറയാം. പോകാം. സിനിമയിൽ ഓടരുത്. ഹായ്, എന്റെ കാർഡ്ബോർഡ് ഐസ്ക്രീം ഷോപ്പിലേക്ക് സ്വാഗതം. പെൺകുട്ടികളെ, നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് ഐസ്ക്രീം വാങ്ങാം. ഇല്ല ഇല്ല നന്ദി. ദാഷ, ഞാൻ കാർഡ്ബോർഡ് ഭക്ഷണത്തിന്റെ വലിയ ആരാധകനല്ല. നിനക്ക് എന്തു വേണം? ഇതും ഭയങ്കര രുചി കെട്ടത്. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ദാഷ കാർഡ്ബോർഡ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ളതല്ല. കാർഡ്ബോർഡ് സിനിമ രസകരമായിരുന്നു, പക്ഷേ ഞങ്ങൾ മുറി നമ്പർ മറക്കുന്നതിനാൽ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. അതെ, ഇങ്ങനെ ഒരു കൂളായ സ്ഥലത്ത് പോലും ഒരുമിച്ച് നിൽക്കുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നത് പ്രധാനമാണ്. നമുക്ക് പരസ്പരം ശ്രദ്ധിക്കാം.